ഈ പറയുന്ന പോലെ ഇങ്ങനെ അസുഖങ്ങളാണ്, ഇങ്ങനെയൊക്കെ ഫേക്ക് ന്യൂസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളുടെ ഓപ്പൺ ആയിട്ടുള്ള എനിക്ക് പ്രശ്നമില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മേ ബി എല്ലാവരും കാണണം എന്നില്ല. അപ്പോൾ അങ്ങനെ വയ്യാണ്ട് കിടക്കുക എന്നൊക്കെ വരുമ്പോഴത്തേക്ക് സിനിമയിലും കരിയറിലൊക്കെ ബാധിക്കാറുണ്ടോ ഇങ്ങനത്തെ ന്യൂസസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ? അല്ല, ആ സമയത്ത് പിന്നെ കുറേ ആൾക്കാർ പിരിയുമെന്ന് മറ്റേ നമ്മളെ പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ബി രാജേഷേട്ടനെ കുറേ ആൾക്കാർ, സിദ്ദിഖ, സൗബിൻ, കുറേ ആൾക്കാർ എല്ലാവരും വിളിച്ച് ഡൗട്ടാണ്. ഞാൻ ഫോണിക്ക് ഓക്കെ അല്ലേ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയം സംസാരിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കും, മറ്റേ ന്യൂസ് കണ്ടിട്ട് വിളിക്കല്ലേ. കാരണം അവർക്ക് ചോദിക്കാൻ മടിയാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാൻ മടി. മനസ്സിലായി. ചേട്ടാ, ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കത്തി നിന്ന് നമ്മുടെ ഒരു കോമഡി ആർട്ടിസ്റ്റുകളെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫാൻ ബേസ് ഉണ്ടായിട്ട് ഒരുപാട് കത്തി കയറി ഒരുപാട് റോൾസ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഈ റോൾസ് കുറച്ച് സിനിമ സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്തതാണോ, അതോ സിനിമകളുടെ കഥകളിൽ വരുന്ന മാറ്റം കാരണമാണോ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നത്? അല്ല, ചിലപ്പം സിനിമ ഓൾറെഡി കൊറോണയ്ക്ക് ശേഷം മാറി. പിന്നെ അത് കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ കള്ളൻ ഡിസൂസ, പിന്നെ ഉപചാരപൂർവ്വം ഗുണ്ടാജയൻ, ഷൈലോക്ക് ഒക്കെ ആ സമയത്ത് ചെയ്ത് ഇറങ്ങിയ പടങ്ങളാണ് ആ സമയത്ത്. പിന്നെ കൊറോണയ്ക്ക് ശേഷം മൊത്തം പടം മാറി, മൊത്തം വേറൊരു ലെവലായി. പിന്നെ സാധാരണ നമ്മൾ വിചാരിക്കില്ല, കാരണം ഒരു കോമഡി ഇപ്പോൾ നമുക്ക് റൗണ്ട് കഴിഞ്ഞ് ചിലപ്പം ഇരിക്കും, കാരണം ഇങ്ങനെ കയറി ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതിരിക്കും എന്നുള്ള ആണ് വിചാരിച്ചത്. അതായിരിക്കും ചിലപ്പോൾ. ചേട്ടൻ സെലക്റ്റീവായിട്ട് റോൾസ് ചൂസ് ചെയ്യും? ഞാൻ സെലക്റ്റീവ് ആവലേ ഇല്ല, കാരണം എന്താ കിട്ടണ വെച്ചാൽ അത് അഭിനയിക്കുക എന്നല്ലാതെ, കാരണം നമ്മളെ പണി ഇതാണല്ലോ. അപ്പം അതിന് പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത്, ഇപ്പം ലാലേട്ടനൊരു പടം ഫുള്ള് കമ്മിറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് കേട്ട് കമ്മിറ്റ് ചെയ്തൊരു പടം ഞാൻ പിന്നെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്? എനിക്കൊരു റോള് കിട്ടുമ്പോൾ പോയി അഭിനയിക്കുക എന്നല്ലാതെ. അങ്ങനെ ഒരു കോൺഫിഡൻസ് വരും അല്ലേ, നല്ല ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് നോക്കി കഴിയുമ്പോഴത്തേക്ക്? അങ്ങനെ കണ്ണും പൂട്ടി സെലക്ട് ചെയ്തൊരു പടം ഏതായിരിക്കും? ഞാൻ എല്ലാ മിക്ക പടങ്ങളും കണ്ണും പൂട്ടി സെലക്ട് ചെയ്യും. EMI അടച്ചു പോണ്ടേ. ചുമ്മാ പറഞ്ഞാണെങ്കിൽ പോലും എന്നാലും നമ്മൾ ആർട്ടിസ്റ്റുകളെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുമല്ലോ. അങ്ങനെ ഉണ്ടായ ഒരു സിനിമ ഏതായിരിക്കും? ഞാൻ ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു പടമില്ലേ, അത് ഈ റഹ്മാനിക്ക, പിന്നെ ബിബിൻ ജോർജ്, അങ്ങനെ നമുക്കൊരു വൈബ് ഉള്ള ഒരു ആർട്ടിസ്റ്റുകളുള്ളതുകൊണ്ട് റഹ്മാനിക്കയുടെ ഒക്കെ അഭിനയിക്കാനൊക്കെ ഒരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ ഒന്നും നോക്കാറില്ല. ഹരീഷ് ചേട്ടാ, ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ചേട്ടൻ പൈസ കടം കൊടുത്ത കാര്യവും ഒക്കെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ കാരണം സിനിമയുടെ ഇപ്പൊ ARMന്റെ കാര്യം പറഞ്ഞു, ഇതല്ലാണ്ട് സിനിമ കരിയറിനെ ഞാൻ അറിഞ്ഞ ഒരു സംഭവം അത് മാത്രമേ. പിന്നെ അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ എന്നെ പറ്റി ഫുൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ അറിഞ്ഞിട്ടുണ്ട്, അറിയാം. അപ്പം അതിന് ശേഷമാണ് ആ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പം, കാരണം എന്തുകൊണ്ട് മാറി നിന്ന്, എന്താണ് ഇതിൻ്റെ വിഷയം, ചേട്ടൻ മനഃപൂർവ്വം മാറി നിന്നാണോ? അപ്പം ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൽ അങ്ങനെ ഇന്ന മാതിരി സംഭവം ഉണ്ടായി, അതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹരീഷ് അതൊരു ഒരു പരാതിയായിട്ട് ഒരു ചാനൽ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇൻ്റർവ്യൂക്കിടയിൽ ഒരു ചോദ്യം ചോദിച്ചു, അത് കറക്റ്റ് ആ സമയത്ത് ഉത്തര സമയത്ത് പറഞ്ഞു, ആ സാധനം പൊങ്ങി വന്നതെന്നല്ലാതെ ഒരു ഇതിനു വേണ്ടി അങ്ങനെയാണ് എനിക്കത് എപ്പോഴോ പറയാം. ഒരുപാട് വർഷമായ സംഭവം, ഒരു 3-4 വർഷം മുമ്പായ സംഭവമാണ്. അപ്പൊ നമ്മുടെ പക്ഷെ ആ സമയത്ത് എനിക്ക് വീട് പണി നടക്കുന്ന സമയത്ത് എനിക്ക് പൈസ ആവശ്യമുണ്ടായി, ഞാൻ തിരിച്ചു ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ വീട് പണി കഴിഞ്ഞ് വീട്ടുകൂടലൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ കുറേയായി. അതെ, വീട് താമസം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷം ആവുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഈ തുറന്നു പറച്ചിലുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ എല്ലാം പൊങ്ങി വരുന്ന സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പേടി തോന്നുമോ നമ്മുടെ സിനിമയിൽ തന്നെ? ഒരു പേടി എന്നോട് ഞാൻ വണ്ടി മുന്നിൽ വിടാ, ഈ ബാക്കിൽ വന്നാ മതി, പെട്ടെന്ന് എന്തെങ്കിലും അറ്റാക്ക് വന്നു എനിക്ക് കരാട്ടൊക്കെയാന്ന്. അല്ല, സീരിയസ് ആയിട്ട് ഞാൻ അല്ലാതെ തന്നെ ചോദിച്ചതാ. പറയാൻ പറ്റില്ല, ഇനി ചെയ്തിട്ട് സിനിമയെന്ന് മൊത്തം ചവിട്ടി പുറത്താക്കുക എന്നുള്ളത് അറിഞ്ഞൂടാ. പേരൊക്കെ പുറത്ത് പറയുന്ന സമയങ്ങളിൽ അതാ ഞാൻ ചോദിച്ചത്. അല്ല, അത് ഇപ്പം ഇങ്ങനെ എൻ്റെ വൈഫിനെ വിളിച്ച് ചോദിച്ചു, ഇനിയിപ്പം എറണാകുളത്തേക്ക് പോകുമ്പോൾ എനിക്ക് ടെൻഷനായി, പ്രശ്നമായി, വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയണ്ട, പോട്ടെ, ഞങ്ങൾ ഇനി അങ്ങോട്ടൊക്കെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ വിഷയമല്ലേ ഒക്കെ. ഇപ്പം വീട്ടുകാർക്ക് മൊത്തം ടെൻഷനായി. നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ ഫാമിലിക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മൾ വിട്ട് നിൽക്കുമ്പം, കാരണം നമ്മളിവിടെ ഷൂട്ടൊക്കെ ആയിട്ട് എറണാകുളത്ത് വരുന്നതല്ലേ, അപ്പം എന്തോ ഒരു പേടി ഉണ്ടാവില്ലേ. മനസ്സിലായി. ഞാൻ അപ്പോഴും പ്രസ് മീറ്റിന്റെ സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും എപ്പോഴും നോക്കുന്നത് നിർമ്മലേട്ടനാണെങ്കിൽ ഇതേപോലെ ലൈക്ക്
അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ കൂടെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അതായത് എന്ത് പറയാനാണെങ്കിലും ഒരു കൂടെ ഒരു സപ്പോർട്ട് അല്ലേ, അങ്ങനെ എനിക്ക് ഫീൽ അല്ല ചെയ്യുന്നു. ഞാനിപ്പോഴും സപ്പോർട്ടിൻ്റെ അല്ല, ഞാനിപ്പോഴും പറഞ്ഞത് ഇതൊരു കുത്തിപ്പൊക്കലോ ഇതൊരു പകപോക്കണയോ ആളല്ല. ഈ 25 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ് ഹരീഷ്. അല്ലെങ്കിൽ അതൊരു പ്രശ്നമാക്കി ഒരാൾ ലൈഫിൽ ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയെടുക്കണം ചിന്തിക്കുന്ന ഒരാളല്ല. ഇത് സംഭവിച്ചപ്പോൾ വായന്ന് വന്നൊരു വാക്ക് അത് ന്യൂസായി ചാനലാണല്ലോ. അപ്പോൾ വന്നപ്പോൾ പിന്നെ പറഞ്ഞു പോയതാണല്ലോ, മാറ്റാൻ പറ്റൂല. അതിൽ നിന്നല്ലാതെ ഒരാളെ ലൈഫ് പക്ഷേ ഇത് വന്നപ്പം ഇതുപോലെ അനുഭവിച്ച കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഇപ്പോഴാണ് ഇത് ചെയ്ത് ശരിയായി, അപ്പോൾ നിങ്ങളെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ. പല ആൾക്കാരും ഇത് തുറന്ന് പറയാൻ മടിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായി. മനസ്സിലായി ചേട്ടാ. ഇങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഒരാൾക്ക് നമ്മൾ കൊടുക്കുക, 20 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ എമൗണ്ട് അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടൻ എല്ലാവരും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? ഞാൻ സത്യം പറഞ്ഞാൽ കടം കൊടുത്ത ഒരാൾക്കാർ എനിക്ക് തിരിച്ചു തന്നില്ല. കാരണം നമ്മളൊരാൾ ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മൾ കൊടുത്തു പോകും, കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറയില്ല. ഇല്ല. പിന്നെ അത് അന്ന് ആ സമയത്ത് എത്രയും നമ്മുടെ ഡേറ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രയും ഇൻറ്റിമേറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ അർജൻറ്റാണ് ഒരാഴ്ചനെ കൊണ്ട് തരാമെന്ന് പറയുമ്പോൾ അയാൾ വർക്ക് ചെയ്യുന്ന പടത്തിൽ എങ്ങനെ അപ്പോൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നതും അപ്പം ഞാൻ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത്. ഞാൻ മാത്രമല്ല അതേ സമയത്ത് ധർമ്മജനം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓ, ഈ ഒരു ഇൻസിഡന്റിന് ശേഷമെങ്കിലും ആളുകൾക്ക് ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതും അതൊക്കെ നിർത്തിയോ? ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഈ സിനിമ ഇതിൽ. പിന്നെ കാരണം ഒരു പടം ഇതാക്കുന്ന എല്ലാവർക്കും കറക്റ്റ് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ അങ്ങനെ കുറേ പ്രൊഡ്യൂസേഴ്സ് വരാതെ ഉണ്ട്. കാരണം ആദ്യമായിട്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പം ചിലർക്ക് ഇതിൻ്റെ ചില ഐഡിയകളൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാവരും അല്ല, അങ്ങനത്തെ ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയിൽ അങ്ങനെ ചില ആൾക്കാർക്ക് സംഭവിക്കലുണ്ട്. ഞാൻ ഇയാളെ കാരണം നമ്മളായിട്ട് അത്രയും ക്ലോസ് ആണ്. വീട്ടിൽ വരുന്നത് ഞാൻ അയാളെ വീട്ടിൽ പോകണം, ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ വരുമ്പോൾ അയാളെ വീട്ടിൽ പോകണം. ഞങ്ങൾ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു അത്യാവശ്യം പറയുമ്പോൾ, അത്രയും എമർജൻസി എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ചെയ്തു പോകും. മനസ്സിലായി. ചേട്ടൻ നമ്മുടെ നിഷ ചേച്ചി തന്നെ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, ഒരാളെ നമ്മുടെ ശത്രു ആക്കാനായിട്ട് പൈസ കടം കൊടുത്താൽ മതി എന്നുള്ളത്. അത് റിയലൈസ് ആയോ എപ്പോഴെങ്കിലും? സത്യമാണത്. മതി, അത് കൊടുത്താൽ കഴിഞ്ഞ്. കാരണം പിന്നെ നമ്മളത് ചോദിക്കുമ്പോൾ അവർക്കത് വെറുപ്പാവും. എന്നിട്ട് ഈ സിനിമയിലുള്ള കിട്ടുന്ന പൈസ, ചില ആൾക്കാർ സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസ സിനിമയിൽ വെറുതെ പൈസ തരിക എന്നുള്ള. നമ്മൾ രാവിലെ 6 മണിക്ക് കഴിഞ്ഞിട്ട് 7 മണിക്ക് 8 മണിക്ക് ലൊക്കേഷനിൽ ചെന്ന് രാത്രി 9 വരെ ഇതിൻ്റെ വർക്ക് ചെയ്ത് ഇതിന് ഇത്ര ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് നമുക്കൊരു പൈസ കിട്ടുക. അതും ഓരോ ചെറിയ റോളിൽ നമ്മൾ മിമിക്രി കളിച്ച് അതൊന്ന് വന്ന് ഓരോ ചെറിയ റോളിൽ സിനിമയിൽ ചാൻസ് കിട്ടി അത് ചെയ്ത് വന്നിട്ട് നമ്മൾ കുറച്ച് നല്ല ക്യാരക്ടറിലേക്ക് വന്നപ്പം നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നതും. ഓക്കെ, ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് നമ്മൾ പറയുന്ന പൈസ ഒക്കെ കിട്ടുന്നുള്ളൂ. നമ്മളൊരു ഇത്ര പൈസ വേണമെന്ന് പറയുമ്പോൾ